ചക്കി, ചിന്നു, അമ്മയ്ക്ക് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. 6ലും 2ലും പഠിക്കുന്ന മക്കളെ വിളിച്ചിരുത്തി അവരുടെ കുഞ്ഞി കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ രാജിയുടെ കണ്ണുകൾ അരുതെന്ന് നനച്ചിട്ടും പെയ്തു തുടങ്ങി. അമ്മ എന്തിനാ കരയണേ? വയ്യായ ആണോ? ഇളയവൾ ചക്കി അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കുഞ്ഞി കൈകൊണ്ട് തുടച്ചു. ഇല്ല മോളെ, അമ്മ പറയാൻ വന്നത് നമ്മുടെ കൂടെ ഇനി അച്ഛനുണ്ടാവില്ല കേട്ടോ താമസിക്കാൻ. ഇനി അമ്മയും അമ്മയുടെ സുന്ദരി കുട്ടികളും ഒറ്റയ്ക്കാണ് താമസിക്കുക. പറഞ്ഞ ശേഷം മക്കളുടെ പ്രതികരണം അറിയാൻ നെഞ്ചിടിപ്പോടെ രാജി കാത്തുനിന്നു. 12 വയസ്സുകാരി ചിന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചും പൊടിഞ്ഞു. അപ്പോൾ അച്ഛൻ എവിടെ പോകുമേ? അപ്പോൾ നമുക്ക് ആരാ ഉടുപ്പും ഫുഡും ഒക്കെ വാങ്ങിത്തരിക? പിന്നെ നമ്മളെ പാർക്കിലും ടൂറിനും ഒക്കെ കൊണ്ടുപോവുക? ചക്കി കരച്ചിലിൻ്റെ വക്കിലെത്തി. അവൾ അച്ഛൻ്റെ ചക്കിപ്പെണ്ണായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ. അതിന് അച്ഛനിപ്പോൾ കുറേയായി നമ്മളെ എങ്ങോട്ടും കൊണ്ടുപോകാറില്ലല്ലോ ചക്കി. എപ്പോഴും വഴക്കുറച്ചിലല്ലേ, നമ്മളോട് പിണക്കാവും. നമ്മളെ കുറച്ച് ദിവസം കാണാത്തപ്പോൾ അച്ഛൻ പിണക്കം മാറി വരും. ഇപ്പോൾ നമുക്ക് അമ്മയുടെ കൂടെ പോകാം. വാ, നമുക്ക് നമ്മുടെ ബാഗ് എടുത്ത് വെക്കാം. ചിന്നുവിൻ്റെ മറുപടിയിൽ രാജിയുടെ ശ്വാസം നിലച്ചുപോയി. ഇവൾ ഇത്ര മുതിർന്നു. നാളെ നമ്മൾ പോവുകയാണോ അമ്മേ? ചക്കി പോയപ്പോൾ ചിന്നു അമ്മയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചോദിച്ചു. രാജി ദുർബലമായി മൂളി. അമ്മ സങ്കടപ്പെടണ്ട, ആരൊക്കെയില്ലെങ്കിലും അമ്മയ്ക്ക് ഞങ്ങളുണ്ട് കേട്ടോ. കവിളുകളിലെ കണ്ണീർ ചാലിൽ ചൂടുള്ള ഉമ്മകൾ പതിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി രാജിക്ക്. ദീപനുമായുള്ള വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ വർഷം 14ആയി. വീട്ടുകാരായി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ആളാണ് ദീപൻ. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹിതരായി. ഒരുപാട് പ്രണയിച്ചു, സന്തോഷത്തോടെ ജീവിച്ചു. അരുമകളായ 2 പെൺമക്കളും ജനിച്ചു. 2 മക്കളും പെൺമക്കളായതുകൊണ്ട് ദീപൻ്റെ അച്ഛനമ്മമാർക്ക് ചെറിയ നീരസം ഉണ്ടായിരുന്നു. എങ്കിലും ദീപൻ്റെ തന്നോടും മക്കളോടുള്ള സ്നേഹം മാത്രം മതിയായിരുന്നു അതെല്ലാം അവഗണിക്കാൻ. ഒടുവിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ ആ പ്രശ്നവും ഇല്ലാതെയായി. എല്ലാം കൊണ്ടും മാതൃകയായ ഒരു കൊച്ചു കുടുംബം. ദീപൻ സ്നേഹമുള്ള ഭർത്താവും വാത്സല്യനിധിയായ അച്ഛനുമായിരുന്നു. പിന്നെ എപ്പോഴാണ് തങ്ങൾക്കിടയിൽ താളപ്പിഴകൾ തുടങ്ങിയത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. കൃത്യമായി പറഞ്ഞാൽ ദീപൻ്റെ ഓഫീസിൽ ലയ ജോലിക്ക് ചേർന്നത് മുതൽ. കാണാൻ വളരെ സുന്ദരനായിരുന്നു ദീപൻ. കൃത്യമായ വ്യായാമവും ഭക്ഷണ രീതികളും ഒക്കെ നോക്കിയിരുന്നത് കൊണ്ട് ദീപനെ കണ്ടാലും 40കളിലാണ് എന്ന് പറഞ്ഞിരുന്നില്ല. അതായിരിക്കാം ലയയ്ക്ക് ദീപനോട് അത്തരത്തിലൊരു താല്പര്യം തോന്നിയത്. തുടക്കത്തിൽ സഹപ്രവർത്തകർ തമ്മിലുള്ള വെറുമൊരു സൗഹൃദം മാത്രമായിരുന്നു. പിന്നെ അത് വളർന്നു. അവരുടെ സൗഹൃദം ഓഫീസ് വിട്ട് വന്നാലും നീളുന്ന ഫോൺ വിളികളിലേക്ക് വഴിമാറി. ആദ്യമൊന്നും തന്നെ അത് ബാധിച്ചിരുന്നില്ല. പിന്നെ താനും മക്കളും ദീപന് ശല്യമാവാൻ തുടങ്ങിയപ്പോൾ, തങ്ങളുള്ളയിടത്തു നിന്നും ദീപൻ മാറി നടക്കാൻ തുടങ്ങിയപ്പോൾ, മക്കളുടെ കൂടെയുള്ള കളികളും തന്നോടുള്ള കുസൃതികളും മാഞ്ഞപ്പോൾ മനസ്സിലായി തുടങ്ങി ദീപന് എന്തോ സംഭവിച്ചെന്ന്. എന്തെങ്കിലും ചോദിക്കാനോ തുറന്ന് സംസാരിക്കാനോ ദീപൻ തയ്യാറായില്ല. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പുറത്ത് ജോലിക്ക് പോകുന്ന ദീപൻ്റെ കഷ്ടപ്പാടുകളും പറഞ്ഞ് ദേഷ്യപ്പെടും. ഒപ്പം വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ തനിക്കത് എല്ലിൽ കുത്തുകയാണ് എന്ന അപഹാസ്യവും. മക്കളെയും ദീപനെയും നോക്കുന്ന, വീട് നന്നായി കൊണ്ടു നടക്കുന്ന ഒരു വീട്ടമ്മയാണ് ദീപൻ്റെ സങ്കല്പത്തിലെ ഭാര്യയെന്ന് പറഞ്ഞ് തന്നെ അങ്ങനെ ആക്കിയതാണ് എന്ന കാര്യം ദീപൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. ഒടുവിൽ കിടപ്പ് പോലും 2ഇടത്തായപ്പോഴാണ് ദീപൻ്റെ മാറ്റത്തിൻ്റെ വേരുകൾ ചികയാൻ തുടങ്ങിയത്. ദീപൻ്റെ ഓഫീസിലെ സുഹൃത്തായ നീരജ് വഴി ലയയുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞു. അവരും വിവാഹമോചിതയാണത്രേ. അവർ തമ്മിലുള്ള ബന്ധം പരിധി വിട്ടെന്നറിഞ്ഞപ്പോൾ ഒരു മരവിപ്പായിരുന്നു. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞെട്ടലുണ്ടായില്ല. പക്ഷേ ഹൃദയം വല്ലാതെ മുറിഞ്ഞു. ഇനി എന്ത് എന്ന ചോദ്യം മുന്നിൽ വന്നപ്പോൾ പകച്ചുപോയി. മക്കളെ ഓർത്തു. പക്ഷേ എങ്ങനെ താലിമാല പങ്കുവയ്ക്കും? താൻ എല്ലാം അറിഞ്ഞു എന്നറിഞ്ഞിട്ടും ദീപന് ഒരു കൂസലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിച്ചത്. ഒരു ക്ഷമാപണം. ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് അവൾ പറഞ്ഞ് താനും മക്കളും മാത്രമുള്ള കൊച്ചു ലോകത്തേക്ക് തന്നെ വരാമെന്ന്. അങ്ങനെ ഒരു വാക്ക് താനൊരിത്തിരി പ്രതീക്ഷിച്ചിരുന്നു. ഒരു പക്ഷേ എങ്കിൽ താൻ എല്ലാം മറക്കുമായിരുന്നു. അത്രയ്ക്ക് ജീവനായിരുന്നു ദീപനെ. പക്ഷേ താൻ ഇഷ്ടം പോലെ ജീവിക്കുമെന്നും വേണമെങ്കിൽ അവിടെ കഴിഞ്ഞോളാനും പറഞ്ഞപ്പോൾ സഹിച്ചില്ല. ദീപൻ ചെലവിന് തന്നോളാത്രേ.
അത്രത്തോളം അധപതിക്കാൻ തന്നിലെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, പെണ്ണിന് പറ്റില്ലായിരുന്നു. ഒത്തിരി ആലോചിച്ചു. പലകുറി അതേപ്പറ്റി സംസാരമുണ്ടായി, വഴക്കുകളുണ്ടായി. എല്ലാത്തിൻ്റെയും ബാക്കിയാണ് ഈ പടിയിറക്കം. ഈ വീട്ടിൽ നിന്ന്, 14 വർഷത്തെ ദാമ്പത്യത്തിൽ നിന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും എടുപിടിയെന്ന് മക്കളെയും കൊണ്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല രാജി. ഒന്നുകിൽ നിനക്ക് എന്നെ ഈ കാര്യം ആദ്യം വിളിച്ച് പറയാമായിരുന്നു. തൻ്റെ കൂടപ്പിറപ്പിൻ്റെ ദേഷ്യവും അസ്വസ്ഥതയും കണ്ടപ്പോൾ രാജിക്ക് അമ്പരപ്പും കൗതുകവും തോന്നി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു മാറ്റേട്ടാ? രാജി ചോദിച്ചപ്പോൾ രാജീവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. അവനോട് ഞാൻ സംസാരിച്ചേനെ, ഞാൻ ഒത്തുതീർപ്പാക്കിയാനേ. ഇതിപ്പോൾ നീ അഹങ്കാരം കാണിച്ചിറങ്ങിപ്പോന്ന സ്ഥിതിക്ക് ഞാൻ എങ്ങനെ അവനെ വിളിക്കും? അതിന് ഞാൻ ദീപനെ വിളിക്കാൻ ഏട്ടനോട് പറഞ്ഞു. പിന്നെ ഒത്തുതീർപ്പ്? മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ഭാര്യ അറിഞ്ഞു എന്നറിഞ്ഞിട്ടും ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത ആളുമായി എന്ത് ഒത്തുതീർപ്പുണ്ടാക്കാനാണ്? പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? 2 പെൺമക്കളാണ് നിനക്ക്. അച്ഛനില്ലെങ്കിൽ അവർക്ക് ആര് ചിലവിന് കൊടുക്കും, പഠിപ്പിക്കും, വളർത്തും? അവരുടെ അമ്മ മരിച്ചിട്ടില്ല ഏട്ടാ. രാജിയുടെ സ്വരം ഇടറി. വല്ലാതെ സങ്കടം തോന്നിയപ്പോൾ സ്വന്തം എന്ന് കരുതിയ ഇടത്തേക്കൊന്ന് വന്നു എന്നേ ഉള്ളൂ. നാളെ രാവിലെ തന്നെ ഞാൻ പൊക്കോളാം. ഞാനും മക്കളും ബാധ്യത ആവില്ല. ഈ രാത്രി ഒന്ന് ക്ഷമിക്കൂ. രാജിയുടെ കണ്ണുകൾ അറിയാതെ തൂവി. അവൾ വെട്ടിത്തിരിഞ്ഞു പോയി. രാജീവും ഒരു നിമിഷം പതറിപ്പോയി. എല്ലാം കാണുന്ന അവരുടെ അച്ഛൻ മൗനമായിരിക്കുന്നു. ഒരുപക്ഷെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ മനസ്സിലാക്കിയേനെ എന്നവൾക്ക് തോന്നി. ആ രാത്രി മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ രാജി ഹൃദയത്താൽ നോവെടുത്ത് പുതിയൊരു രാജിക്ക് ജന്മം കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ മക്കളുമായി ഇറങ്ങുമ്പോൾ അവളെ കാത്ത് ഉമ്മറത്ത് തന്നെ ഒരു ബാഗുമായി അവളുടെ അച്ഛൻ നിന്നിരുന്നു. പോകാം മോളെ. അച്ഛൻ പറയുമ്പോൾ രാജിയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തു. അയാൾ ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അച്ഛനിതെന്ത് ഭാവിച്ചാണ് ഇവളുടെ ഓരോ... നിർത്തടാ. കാലങ്ങൾക്ക് ശേഷം മകൻ്റേതിനു മുകളിൽ അച്ഛൻ്റെ ശബ്ദം ഉയർന്നു. രാജി സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുൻപേ ദീപനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചത് ഞാനാണ്. അവൻ അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കൂ എന്ന് വിശ്വസിച്ചത് എൻ്റെ തെറ്റ്. ഒരച്ഛൻ്റെ കടമ മകളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുന്നതല്ല, അവളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തിയാക്കുന്നതാണ് എന്ന തിരിച്ചറിവ് ഇന്നെനിക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ആവശ്യം അവൾക്കുണ്ട്. ഞാൻ അവൾക്കൊപ്പം പോകുന്നു. രാജീവൻ എന്തെങ്കിലും പറയും മുമ്പേ അയാൾ കൊച്ചുമക്കളുടെ കൈ പിടിച്ച് നടന്നു. രാജി ഒരു കുഞ്ഞിനെ പോലെ അയാളെ അനുഗമിച്ചു. ടാക്സി വിളിച്ചതും വഴി പറഞ്ഞു കൊടുത്തതും ഒക്കെ അച്ഛനായിരുന്നു. രാജി ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നു. ടൗണിൽ തന്നെയുള്ള ഒരു കൊച്ചു വീടിന് മുന്നിലാണ് വണ്ടി നിന്നത്. ഇറങ്ങി വാ മോളെ. നിന്റെ അമ്മയുടെ കുടുംബ ഓഹരി കിട്ടിയതും അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കിട്ടിയതും ഒക്കെ ചേർത്ത് അച്ഛൻ വാങ്ങിയതാണ് ഈ വീട്. നിന്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും സ്വഭാവവും രീതിയും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് അച്ഛൻ ആവശ്യം വരുമെന്ന് കരുതി. അവനറിയില്ല. അയാൾ ചിരിച്ചു. വേദനയുടെ നിഴലുള്ള ഒരു ചിരി. നമുക്കിവിടെ കൂടാം. മോൾക്കിവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ അച്ഛനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. മക്കൾക്കും ഇവിടെ നിന്ന് അവരുടെ സ്കൂളിൽ പോകാം. അങ്ങനെ നമുക്ക് പുതിയൊരു ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങാം. എന്താ മക്കളെ? കുട്ടികൾ പുതിയ വീട് ഓടി നടന്ന് കാണുമ്പോൾ രാജി അച്ഛനെന്ന ആ തണലിൽ ഒതുങ്ങി. അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയാളുടെ കണ്ണുകളും നിറഞ്ഞു തൂവി. അച്ഛൻ പറഞ്ഞതുപോലെ പുതിയൊരു ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. പുതിയ താമസസ്ഥലം, ജോലി, എല്ലാമായും മക്കളും അവളും ഇണങ്ങി. അതിനിടയിൽ ദീപനുമായുള്ള വിവാഹമോചനം കഴിഞ്ഞു. എല്ലാത്തിനും അച്ഛൻ കൂടെ നിന്നു. പുതിയ വീട് പണിയാനായി താൻ കൊടുത്ത പണവും തൻ്റെ സ്വർണവും മാത്രം തിരിച്ചു വാങ്ങി. അത് അച്ഛൻ്റെ തീരുമാനമായിരുന്നു. തൻ്റെ ദീപനോടൊപ്പം ഉണ്ടായിരുന്ന 14 വർഷത്തെ ദാമ്പത്യത്തിന് വിലയിടണ്ട എന്ന് തൻ്റെയും. കോടതിയിൽ ദീപനോടൊപ്പം ഒരിക്കൽ ലയയെ കണ്ടു. തൻ്റെ മനസ്സ് തെല്ലും നൊന്തില്ല എന്ന് രാജി തിരിച്ചറിഞ്ഞു. ദീപൻ്റെ വീട്ടുകാർ എല്ലാം അറിയുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തുമെന്നാണ് കരുതിയത്. പക്ഷെ ദീപൻ്റെ അമ്മ തന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണുണ്ടായത്. ദീപന് വേണ്ടി അവർ മാപ്പ് പറഞ്ഞു. താൻ വേണ്ടെന്ന് നിർബന്ധിച്ചിട്ടും ദീപൻ്റെ കുടുംബ ഓഹരി മുഴുവൻ മക്കളുടെ പേർക്ക് അവർ എഴുതി വെച്ചു. ഇടയ്ക്ക് മക്കളുമായി വരണേ എന്ന് പറഞ്ഞാണ് അവർ മടങ്ങിപ്പോയത്. ദീപനും ലയയും ഒന്നിച്ച് താമസം തുടങ്ങിയെന്നും അവർ ലിവിങ് ടുഗദർ ആണെന്നും അല്ല വിവാഹിതരാകാൻ പോവുകയാണ് എന്നും പലരും അവളോട് പറഞ്ഞു. ഒന്നും രാജി എന്ന പെണ്ണിനെ തെല്ലും ബാധിച്ചില്ല. അവൾക്ക് തൻ്റെ മക്കളും അച്ഛനും മാത്രമായിരുന്നു ലോകം, ഒരു കൊച്ചു ലോകം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.